വിദ്യാഭ്യാസ ബോർഡ് ഇതെല്ലാം സടകുടഞ്ഞെഴുതിയിട്ടു. താജുൽ കീഴിൽ സടകുടഞ്ഞെഴുതിയിട്ടു പ്രവർത്തനം ശക്തിപ്പെടുത്തി. ബഹുമാനപ്പെട്ടവർ നമ്മോട് വിട്ടുപിരിഞ്ഞു പോയി എങ്കിലും നമ്മുടെ കൂടെ ഉണ്ട് എന്നതിന്റെ തെളിവ് നാളെ ഇൻഷാ അല്ലാഹ് എന്റെ അവതരണ പ്രസംഗത്തിൽ ഞാൻ നിങ്ങൾക്ക് സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു തരും. ഇപ്പോൾ അതിലേക്ക് കടക്കാൻ സമയമില്ല. താജുൽ ഉലമ നമ്മുടെ കൂടെയുണ്ട്. അവരുടെ വിയോഗത്തിനു ശേഷം ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി അവർ തെരഞ്ഞെടുക്കപ്പെട്ടു. അള്ളാഹുവിന്റെ ഖളാഇൽ അവരും നമ്മോട് വിട്ടുപിരിഞ്ഞു പോയി. അള്ളാഹു അവരുടെ എല്ലാവരുടെയും ദറജനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇന്ന് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഈ സുലൈമാൻ മുസ്ലിയാർ അവർകൾ അതിന്റെ സാരഥ്യം വഹിക്കുന്നു. ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, സയ്യിദന്മാർ, വലിയ വലിയ സയ്യിദന്മാർ, ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ഇബ്രാഹിം ഖലീൽ തങ്ങൾ തുടങ്ങിയ പ്രഗത്ഭരായ സയ്യിദന്മാരും, ഞാൻ പേര് പറഞ്ഞ സമയം വൈകിപ്പോകും, അവരെല്ലാവരും സജീവമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവിടെ വെറും 2 മാസമായിട്ടേ ഉള്ളൂ നമ്മുടെ ഈ സമ്മേളനം തീരുമാനിച്ചിട്ട്. ഈ 2 മാസം കൊണ്ട് 15,000-ലധികം യഥാർത്ഥ മെമ്പർമാർ, രജിസ്റ്റർ ചെയ്തവും അല്ലാത്ത മെമ്പർമാർ ദൂരെയുള്ളവരൊക്കെ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാനോ അയക്കാനോ സാധിക്കാത്തവർ ഇതിൽ സംബന്ധിക്കാനെത്തുകയും ചെയ്ത അതിമഹത്തായ ഈ സദസ് ഉണ്ടാക്കാൻ സാധിച്ചത് ആ തടകുടഞ്ഞ് എഴുന്നേറ്റത് കൊണ്ടാണ്. എന്നാൽ ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം ഫൽയുബല്ലിഗിശ്ശാഹിദുൽ ഗായിബ്, എല്ലാവരും ഏറ്റു പറയാം, ഫൽയുബല്ലിഗിശ്ശാഹിദുൽ ഗായിബ്. ഇവിടെ സന്നിഹിതരായവർ അല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന ആ കൽപ്പന മുഴുവൻ ആളുകളും ശിരസാ വഹിക്കണം. ഇന്ന് ഇവിടെ സ്റ്റേജിലിരിക്കുന്ന നിങ്ങൾക്ക് മാത്രമാണ് ചൂട്, ഇവിടെ ഫാനില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചൂട് പോലുമില്ല. അങ്ങനെ നല്ല ഫാൻ കറങ്ങുന്നു. അവിടെ 2 പെട്ടി കൊണ്ട് ചെയ്തല്ലാതെ അതിന്റെ കാറ്റൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. ഇവരിവിടെ ഇരിക്കുന്നില്ല, അല്ലാഹു ആലം. ഏതായാലും ഈ ചൂട് സഹിച്ചിട്ടു വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ആലിമീങ്ങൾ നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഈ സ്റ്റേജിലിരിക്കുന്നവരെക്കാൾ വലിയവർ താഴെ ഉണ്ടാവും. എതിരിക്കുന്നവരൊക്കെ വലിയവരും അല്ലാത്തവരൊക്കെ ചെറിയവരും എന്നർത്ഥമില്ല. ഉള്ള സൗകര്യത്തിന് നമ്മുടെ മുസാവറ അംഗങ്ങളും ഏതാനും ആലിമീങ്ങളും സ്റ്റേജിലിരുന്നു എന്ന് മാത്രം. ഈ സദസ്സിലും ഇരിക്കുന്നവരെല്ലാം വലിയവരാണ്, വലിയ ആലിമീങ്ങളാണ്, വലിയ മുദരിസുമാരാണ്. നിങ്ങൾ ഉറങ്ങാതെ നിങ്ങൾ എല്ലാവരും സടകുടഞ്ഞ് എഴുതിയേക്കണം. നമ്മുടെ സമ്മേളനം കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മഹല്ലത്തുകളിലും ദർസുകൾ ഇല്ലാത്ത സ്ഥലത്ത് ദർസ് ഉണ്ടാക്കണം, എല്ലാ മദ്രസയില്ലാത്ത സ്ഥലത്ത് മദ്രസ ഉണ്ടാക്കണം. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ആത്മീയ ചൈതന്യത്തിനുള്ള സദസ്സുകൾ ഉണ്ടാക്കണം. അങ്ങനെ എന്തെല്ലാം വേണമോ അത് മുഴുവനും ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ നിങ്ങൾ സന്നദ്ധരാവുക, നിങ്ങൾ പ്രവർത്തിക്കുക. വേറെ ആരെങ്കിലും നമ്മെ ആക്ഷേപിക്കാനും എന്തെങ്കിലും പറയാനും വരുന്നുവെങ്കിൽ അവർ അവരുടെ വഴിക്ക് പോകട്ടെ.
നമുക്ക് നമ്മുടെ വഴിയുമായി മുന്നോട്ട് നീങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്റെ ഇന്നത്തെ സന്ദേശം വൽബല്ലഗി ശാഹിദുൽ ഗായിബ് ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും അലൈക്കും ഹറാമുൻ കഹുർമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ വൽബല്ലഗി ശാഹിദുൽ ഗായിബ്. നിങ്ങൾ എല്ലാവരുടെയും അഭിമാനം കാത്തു സൂക്ഷിക്കണം. ആരുടെയും സമ്പത്ത് അപഹരിക്കാൻ പാടില്ല. അതുപോലെ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. അഖറബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യൻ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് നഫഅ ചെയ്യുന്നവരാണ്. എന്റെ ഇന്നത്തെ സന്ദേശം വൽബല്ലഗി ശാഹിദുൽ ഗായിബ് ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും അലൈക്കും ഹറാമുൻ കഹുർമതി